ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് സ്പിയർ ഫിഷിംഗ് ഒരു കലയും കായികവുമാണ്. വെറും ഭാഗ്യത്തിൽ മാത്രം അത് സാധിക്കില്ല. ഇതിന് ക്ഷമ, സ്ഥിരത, സ്നേഹം എന്നിവയൊക്കെ വേണം. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ട്രിക്കുകളും കാര്യങ്ങളും. എപ്പോഴും മീനിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് കുറച്ച് താഴെയാണ് ചൂണ്ട ലക്ഷ്യം വെക്കേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. മീൻ എത്ര ആഴത്തിലാണോ അത്രത്തോളം താഴെ ലക്ഷ്യം വെക്കണം. ശരിയായ സ്ഥലം തെരഞ്ഞെടുക്കൽ. വെള്ളം വ്യക്തമായ സ്ഥലങ്ങൾ. മങ്ങിയ വെള്ളത്തിൽ മീൻ കാണാൻ കഴിയില്ല. കടലിലോ നദിയിലോ വെള്ളം വൃത്തിയായ പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുക. മീനുകൾ കൂടുതലുള്ള പ്രദേശങ്ങൾ, പാറക്കല്ലുകൾ, പവിഴപ്പുറ്റുകൾ, തീരത്തോട് ചേർന്നുള്ള പുൽത്തകിടികൾ, മറ്റു ജലസസ്യങ്ങൾ എന്നിവയുടെ അടുത്ത് മീനുകൾ ഒളിക്കാറുണ്ട്. വെളിച്ചം. സൂര്യൻ നിങ്ങളുടെ പുറകിലായിരിക്കുമ്പോൾ മീൻ കാണാൻ എളുപ്പമാണ്. നിങ്ങളുടെ നിഴലും വെള്ളത്തിൽ വീഴരുത് എന്ന് ശ്രദ്ധിക്കുക. മന്ദഗതിയിലും നിശബ്ദയോടെയും. മീനുകൾ വൈബ്രേഷനും ശബ്ദവും കേൾക്കും. വെള്ളത്തിൽ എടുത്തു വീഴുന്ന ഓരോ പടിയും ശ്രദ്ധിക്കുക. സാധ്യമെങ്കിൽ നിശബ്ദമായി നീന്തുക. കുനിഞ്ഞു നടക്കുക. ഉയരമുള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ കുനിഞ്ഞു നിൽക്കുക. ഇത് നിങ്ങളുടെ സിലുവറ്റ് ചെറുതാക്കുകയും മീനുകൾ ഭയപ്പെടാതിരിക്കുകയും ചെയ്യും. ക്രമേണ അടുക്കുക. ഒറ്റടിയിൽ അടുക്കരുത്. ക്രമേണ അടുത്തുകൊണ്ടേയിരിക്കുക. 4 ശരിയായ ഉപകരണങ്ങൾ. ചൂണ്ട. മീനിന്റെ അളവിന് അനുയോജ്യമായ ചൂണ്ട. ചെറിയ മീനുകൾക്ക് നേർത്ത ചൂണ്ടയും വലിയ മീനുകൾക്ക് കടുപ്പമുള്ളതും കനമുള്ളതുമായ ചൂണ്ടയും. ത്രിപ്രോങ് 3 കുറ്റി ചൂണ്ട. ആരംഭിക്കുന്നവർക്ക് ഇത് ഏറ്റവും മികച്ചതാണ്. കുറഞ്ഞത് ഒരു കുറ്റിയെങ്കിലും മീനിൽ പതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ മീനുകൾക്ക് ഒറ്റക്കുറ്റി ചൂണ്ട സ്ലിപ്പ് ടിപ്പ് നല്ലതാണ്. ചൂണ്ടയുമായി ബന്ധിപ്പിക്കുന്ന കയർ. ചൂണ്ട വീശിയെറിഞ്ഞാൽ അത് കളയാതിരിക്കാനുള്ള സുരക്ഷിതത്വമാണിത്. ശരിയായ സമയം തെരഞ്ഞെടുക്കൽ. അലകൾ അടങ്ങിയ സമയം. കടലിൽ അലകൾ ശമിച്ചിരിക്കുമ്പോൾ വെള്ളം വ്യക്തമായിരിക്കും. മീനുകൾ സജീവമായിരിക്കുമ്പോൾ. പ്രഭാതത്തിലും സന്ധ്യയിലും മീനുകൾ തീരത്തോട് അടുക്കാറുണ്ട്. വെളിച്ചം കുറവായതിനാൽ അവയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും അവ ഭയം കുറഞ്ഞിരിക്കും. വേഗത. ചൂണ്ട വേഗത്തിലും നേർരേഖയിലും എറിയണം. വെള്ളത്തിലൂടെ ഏറ്റവും കുറച്ച് പ്രതിരോധത്തോടെ കടന്നുപോകാൻ ഇത് സഹായിക്കും. ബാസ്കറ്റ്ബോളിലെന്ന പോലെ ചൂണ്ട എറിഞ്ഞുകഴിഞ്ഞാലും നിങ്ങളുടെ കൈയുടെ ചലനം തുടരണം. ഇത് കൃത്യത വർദ്ധിപ്പിക്കും. പ്രാക്ടീസ്. ലക്ഷ്യം വെച്ച് പരിശീലനം. തുടക്കത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു കുപ്പി അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ലക്ഷ്യം വെച്ച് പരിശീലിക്കുക. റിഫ്രാക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സ്ഥിരത. തുടക്കത്തിൽ വിജയം കിട്ടാത്തത് സാധാരണമാണ്. ക്ഷമിക്കുക. തുടരുക. 1. ഒരു തവണ കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ച് അടച്ചു വയ്ക്കുക. 2. അത് ഒരു കുളത്തിലോ നീർച്ചാലിലോ മുക്കി വയ്ക്കുക. 3. കുറച്ചു അകലെ നിന്ന് ചൂണ്ടയോ മറ്റോ ഉപയോഗിച്ച് കുപ്പിയുടെ നെറ്റ് ലക്ഷ്യം വെക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ സ്ഥാനത്ത് ലക്ഷ്യം വെച്ചാൽ അത് വെള്ളത്തിന്റെ റിഫ്രാക്ഷൻ കാരണം തെറ്റിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. മുന്നറിയിപ്പ്. സേഫ്റ്റി ഫസ്റ്റ്. നിങ്ങൾക്ക് നീന്തൽ അറിയാമെന്ന് ഉറപ്പാക്കുക. ഒറ്റയ്ക്ക് പോകരുത്. നദിയുടെ ഒഴുക്ക് ശ്രദ്ധിക്കുക. പാറക്കല്ലുകളിൽ നിന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പ്രകൃതിയുമായി ഒന്നിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ്. വിജയം കിട്ടുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും തൃപ്തിയും വലുതാണ്. ആദ്യം ചെറിയ മീനുകളിൽ തുടങ്ങി പരിചയം കൂട്ടിയ ശേഷം വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുക. വിജയം നേരുന്നു. ചൂണ്ടയും മീനും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അറിവുകൾ കൊണ്ടുവരാം.